ഇപ്പോൾ സാർ അത് ശീലിച്ചു പോയത് കൊണ്ടാണ് ആ വലത്തേക്ക് നോട്ടം വന്നത്. എനിക്ക് ആ റോഡിൽ ഇട്ട് തിരിക്കാനായി വണ്ടിയെ. ഞാൻ പറയത്തില്ല, സാറ് സ്വന്തമായിട്ട് പോയിട്ട് തിരിക്കണം അവിടെ ഇട്ട്. അങ്ങോട്ട് അല്ലല്ല, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഫ്രണ്ട് പോയിട്ട് എനിക്ക് റിവേഴ്സ് അവിടെ കയറണം. അത് സാറ് നേരത്തെ ഒന്ന് കെയർ ചെയ്താൽ മതിയായിരുന്നു, സാരമില്ല. എനിക്ക് ആ റോഡിലേക്ക് തന്നെ പോകാനുള്ളത്. ആ റോഡിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സാറൊന്ന് പുറകോട്ട് കൊണ്ട് കാണിച്ച്. സാറേ, ആ റോഡിലേക്ക് തന്നെ എനിക്ക് ബാക്ക് പോകാനാണ്, എടുത്തോണ്ട് ഓടരുത്. ആ റോഡിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് പോയി നോക്കിയാൽ. അവിടെ നിർത്തും. ഇപ്പൊ കണ്ട ഇടുങ്ങിയ സ്ഥലമായിട്ട് കാറിന്റെ വീതിയല്ലേ ഉള്ളു ഇവിടെ. സാറ് എന്നിട്ട് കൊണ്ടുവന്നതിനകത്ത് കൊണ്ടുവന്നിട്ടില്ലേ വണ്ടി. സാറ് നോക്കുന്ന ഷാർപ്പായിരിക്കണം, സമയം കൂടുതൽ എടുത്തോണം. നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ആലോചിച്ച് ഇപ്പൊ സാറിന് മനസ്സിലായി അവിടെ അടുത്ത് പോയെന്ന്. ശരിയല്ലേ? സാറിന് അത് കുറച്ച് നേരത്തെ തോന്നണം, അവിടെ ചെന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഓക്കെയാണ്? അതെല്ലാം കറക്റ്റ് ചെയ്തോണം. അത് ഇടിക്കാനുള്ള സാധനമാണെങ്കിൽ അവിടെ നേരെയാക്കി റിസ്ക് എടുക്കരുത്. മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്നോണം വണ്ടിയെ. ഇതിപ്പോ ഒരു പുല്ലായതുകൊണ്ട് തട്ടിയാലും ഒന്നും പറ്റില്ല എന്ന് സാറിന് അറിയാവുന്നതുകൊണ്ട് ഇറക്കി കൊണ്ടുവന്നത്. പോവാ, പോട്ടെ. സ്വന്തമായിട്ട് സാർ അവിടെ ഇട്ടിട്ട് ആ പോർച്ചിലൊന്ന് കയറി കാണണം. അതുപോലെ ഞാൻ മിണ്ടത്തില്ല, ഞാൻ കുറച്ച് നേരത്തെ ഭൂമിയാണേ. ആ, സാറില്ലേ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് കംപ്ലീറ്റ് ട്രിക്കും പഠിച്ചു വെച്ചിരിക്കുക. എനിക്ക് ഇനിയൊരു ഭയം എന്താണെന്നറിയാവാ, കലിവല്ലപ്പറമ്പിൽ നമുക്കൊരു വർക്ക് കിട്ടത്തില്ല. ഞാനിത് എത്ര നാളായെന്നറിയാവോ, സകല പൊടിക്കയും പഠിച്ചു വെച്ചിരിക്കുക. എനിക്കൊരു ഐറ്റം പറയാൻ പറ്റുന്നില്ല. ഇനി ഞാൻ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കണം. ആ, ഞാൻ പറയുമ്പോ വേറെ അതിങ്ങനെയല്ലേന്ന് ചോദിക്കും. 101 കണ്ടുപിടിച്ചു. 3-4 മാസമായെന്നേ ഈ വീഡിയോ തന്നെ കണ്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വിളിച്ചത്. അതല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെ സൗണ്ട് എനിക്ക് ഭയങ്കര പരിചയമാണ്. സാർ തന്നെ കൈകാര്യം ചെയ്ത് പോർച്ചി കൊണ്ടിട്ടോ. ഞാന് അത് ശംഭു നമ്മുടെ കാര്യം കൂടെ നോക്കിക്കോ. ശംഭു ആശാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയാം, അറിയത്തില്ല. അത് എപ്പോഴും വിളിക്കുന്നത് ആരെയാ? എന്റെ പേരെ വിളിക്കുന്ന. ശരിയാ, കാരണം അത് മാത്രമേ എനിക്കറിയാം അറിയത്തുള്ളൂ. സംസാരത്തിനിടയ്ക്ക് ചെറിയൊരു പാളിച്ച പറ്റിപ്പോയെന്ന് തോന്നുന്നു സാറിന്, അല്ലേ? ആ,
സാറിനൊരു പാളിച്ച പറ്റിയില്ലേ? സംസാരിച്ചോണ്ടിരുന്നപ്പോ സാറൊന്ന് പുറകോട്ട് എടുത്തു വണ്ടി. ശരിയല്ലേ? ഇനി കറക്റ്റ് ചെയ്തു. പുറകോട്ട് പോകരുത്. ഇനി എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് അതല്ല, ബ്രേക്ക് കംപ്ലീറ്റ് പിടിച്ചു. അല്ല, അതിന് ഗിയർ മാറ്റണം. അല്ല അതെ, അത് സാറിന് ഇഷ്ടം. അങ്ങനെ തപ്പിയാ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സൈഡ് പാളിപ്പോയാ പിന്നെ പുറകോട്ട് ചെല്ലാൻ നോക്കരുത്. പുറകോട്ട് ചെല്ലും തോറും വണ്ടി വഴുതിനോട് അടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അതേ തെറ്റ് ആവർത്തിക്കേണ്ടി വരരുത്. പിന്നെ പുറകോട്ട് കൊണ്ടുചെല്ലുന്ന കൂടുതൽ തിരിച്ച് സ്പേസ് എടുത്തോണ്ട് തന്നെ കൊണ്ടുചെല്ലും സാറേ. ഇനി അതിനോട് ഒരുപാട് അടുക്കാനും നോക്കരുത്. ഒന്നുകൂടെ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കരുത്. ഒരു സെക്കൻഡ്, സാറിന് ഇവിടെ ഒരു തെറ്റ് പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ തട്ടുവോ ഇല്ലെന്ന് ഇപ്പോഴും അറിയില്ല. വണ്ടി അവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് സാറ് മാറ്റി എന്ത് പറ്റും? തട്ടും. ചിലപ്പോൾ തട്ട് കിട്ടും. അപ്പൊ അവിടെ തട്ടില്ല എന്ന് ആദ്യം കൺഫേം ചെയ്യാം. അവിടെ ഒന്ന് എത്തിക്കും വണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്ഥലം ഉണ്ടെന്ന് അറിയാമല്ലോ നമ്മുടെ വീട്ടില്. ഓക്കെ ആണോ? ഇനി ഇടിക്കില്ലല്ലോ. ഇനി സാറിന് വേണ്ട കാര്യം ചെയ്യും. നീക്കരുത്. ഇനി നീക്കരുത്. ഇനി അതായിട്ട് ഇടിക്കില്ല. ഇനി എന്തായിട്ട് അടിക്കാനുള്ളത്? അതിനെന്ത് ചെയ്യണം? അപ്പൊ നീങ്ങരുത്. എങ്ങോട്ട് മാറ്റണം? ഒന്നുകൂടെ നോക്കിക്കേ. എങ്ങോട്ടാ വണ്ടി മാറേണ്ടത്? അതിനെങ്ങോട്ട് മാറ്റേണ്ടി വരും? നീ ഒന്നും അവിടെ നിർത്തിയിട്ട് നോക്ക്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞിട്ടുണ്ടോ, നിവർന്നിട്ടുണ്ടോ, എങ്ങോട്ടെങ്കിലും മാറ്റാനുണ്ടോ നോക്ക്. ഉറപ്പാണ്? എന്നാ പോട്ടെ. അടിപൊളിയെന്നാ പറഞ്ഞ. ഇപ്പൊ പേടിയുണ്ടോ? ബ്രേക്ക് വിടരുത്. ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിക്കോണം കേട്ടാ. അപ്പൊ ഇത്ര നേരം വന്ന് സാറിന്റെ കൂടെ ഇരുന്നില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് സാർ ഒന്ന് പറയാവോ? എനിക്കത് നേരത്തെ ഇവിടെ കയറ്റാൻ പറ്റുകയില്ല, ഇറക്കാനും പറ്റുകയില്ല. പിന്നെ ഇവിടെ കയറത്തില്ല. ഞാൻ അതിന് വേറെ ആളെ വിളിച്ചാ കയറ്റുന്നത്. അവിടെ ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റണ വലിയ പാടായിരുന്നു. അത് ശരി. അതിന് ഞാൻ ഇങ്ങനെ കയറ്റി അപ്പുറം വിട്ടു. അവിടെ കൊണ്ടിടും. ഇതെനിക്ക് പാടാ. എളുപ്പം ഇതാന്നൊക്കെ അറിയാം. പക്ഷെ സാറിന് പാട്, എനിക്ക് പാടാ. അത് ആരെങ്കിലും ഇവിടെ ഇട്ടാ ഞാൻ പിന്നെ എടുക്കുകയല്ല, വണ്ടി എടുക്കത്തില്ല. ഇല്ലില്ല, വണ്ടി പുറകോട്ട് പോകണമെന്നുള്ളൊരു ഭയം. പിന്നെ ഇന്നലെ ഇട്ട എന്നാന്ന് വെച്ചാ നിങ്ങൾ വരും എടുക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വെച്ച് ഇട്ടാ. അല്ല, ഇപ്പൊ ആ പുറകോട്ട് പോണ ടിപ്സ് മനസ്സിലായോ സാറിന്? എന്തായിരുന്നു ആ ടിപ്സ്? ഒന്ന് നമ്മുടെ ഗേറ്റിന്റെ ഇവിടെ ഇതുണ്ടോ നോക്കുക. പിന്നെ നമ്മുടെ ഇത് വീടിന്റെ ഭിത്തി അത് രണ്ടിനകത്ത് നിന്നുകൊണ്ട് ബാക്കിലോട്ട്. അല്ല, പുറകോട്ട് ഇറങ്ങി പോകാതെ മുന്നോട്ട് എടുക്കുന്ന ടിപ്സ്. പുറകോട്ട് അതോ അത് ഫുൾ ബ്രേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാലെടുക്കും. അപ്പൊ ഒരു സെക്കൻഡ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതെനിക്കറിയാൻ പറ്റില്ല, അറിയത്തില്ല. ഞാൻ അതിന് തന്നെ ഞാൻ ഉടനെ ആക്സിലറേറ്റർ കൊടുക്കും. അപ്പൊ അത് കുതിച്ച് ആടുന്നു. അപ്പൊ എനിക്ക് പേടിയാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളല്ലേ, വല്ല കുതിച്ച് ആടി അങ്ങോട്ട് പോയെന്നേ. എനിക്ക് 5-6 മാസമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. നിരീക്ഷണ വലയത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ട്രിവാൻഡ്രത്ത് പോയത്, ആറ്റിങ്ങലി പോയത്, കാസർഗോഡ് പോയത്, കണ്ണൂർ പോയത്, കോഴിക്കോട് പോയത്, പിന്നെ തൊടുപുഴ പോയത്, പിന്നെ ഇവിടെ എങ്ങാണ്ട് അടുത്ത് വന്നു. ഒരു എന്നാ
വീട്ടിലെ ഊണെന്ന് കണ്ട് എഴുതി ഒരു വീടിന്റെ അവിടെ അവിടെ വന്നത്. പിന്നെ തൊടുപുഴ പറഞ്ഞോ? തൊടുപുഴ പറഞ്ഞു. പാല നമ്മുടെ ഇൻഫോ പാർക്ക് ഇരുന്നാണ് അവിടെ പോയി. അങ്ങനെയല്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഞാനിത് പറയുന്നതിന് ഇതല്ലേ ചോദിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഞാൻ കണ്ട് ഇപ്പോഴും ഞാൻ തൃപ്തനല്ലാത്തൊരു കാര്യം ഇവിടെയാ. സാർ ഇവിടെ വരുമ്പോ വേറൊരാളായിട്ട് അവിടെ സാറ് പെർഫെക്റ്റ് ആയിട്ട് വണ്ടി തിരിച്ചോണ്ട് വന്നു. അത് ഞാൻ ഒരു തവണ സാറിനെ കാണിച്ചു തന്നു. സാർ അത് ചെയ്ത് കറക്റ്റ് ആയിട്ട്. പക്ഷെ ഇവിടെ സാർ തെറ്റിക്കുന്നു. ഇവിടെ നമുക്ക് കൃത്യം ഞാൻ ആദ്യത്തെ ഇടി കിട്ടാൻ പോണ കേറ്റാ അതിന് വേണ്ട അകലം എടുത്ത് വെച്ചോണം. എന്നിട്ട് അതേൽ ഇടിക്കില്ല എന്ന് സാറിന് ബോധ്യമാകുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്പുറത്തെ കാര്യം നോക്കാവുള്ളൂ. കാരണം നമുക്ക് ഇവിടെ വീതി ഉണ്ട്, ആവശ്യത്തിന് സ്ഥലവും കിടപ്പുണ്ട്. സാർ അത് ധൃതിയിൽ ചെയ്യാൻ നോക്കുക ചെയ്യുന്നത്. അത് മാത്രം ചെയ്യരുത്. നമ്മുടെ വീടാകുമ്പോൾ കൂടുതൽ സമയം നമുക്ക് കിട്ടും. ആരും ചോദിക്കാനും പറയാനും ഇല്ല. അഥവാ നടന്നില്ല അവിടെ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് പോകാൻ പറ്റും വണ്ടി. ശരിയല്ലേ? ഇല്ല സാറ് പോട്ടെ. സാറിന് ഇറങ്ങണം. വണ്ടി കുറച്ചു നേരം സാറ് ഇരിക്കുന്നു. വെള്ളം വല്ലതും കുടിക്കണം. സാറി പറഞ്ഞ ഒരു കുഴപ്പവും സാറിനില്ല. പിന്നെ ഒരാളെ പ്രതീക്ഷിക്കണ്ട സാറ്. സാറിന്റെ മനസ്സിലുണ്ട്, സാറ് ബ്രേക്കിൽ കൊണ്ടുവരുന്നുണ്ട്. സാറ് എത്തി അവിടുന്ന് ഒരാളെ കാണാനൊന്നും പോകണ്ട. നമ്മൾ ഹോണും അടിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി. അത് നമ്മുടെ മനസ്സിന്റെ ഭാരമോ. അങ്ങനെ ഒരാൾ വന്നാൽ സാറ് പെട്ടെന്ന് ഷോക്കാവുകയും ചെയ്യും. പക്ഷെ യാത്ര തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലേ? പക്ഷെ ആൾക്കൂട്ടം കണ്ടിട്ട് വേറെ വഴിയില്ലല്ലോ നമുക്ക് വരാനായിട്ടല്ലേ സാറേ? സന്തോഷം. ഒരു ആനയും കൂടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. പണിയാവോ? ഇല്ല, അവനെ ഒതുക്കി വെച്ചിരിക്കുവാണോ? അല്ല, ഒതുക്കി വെച്ചിരിക്കുവാനോ? അല്ലല്ല, പയ്യൻ നിർത്ത സാറേ ഇവിടെ. അവനെ ഒതുക്കി നിർത്തിയിരിക്കുവാ. വേണ്ട ഒരിത്തിരി പൊറോട്ട നിർത്തി ഒന്നും വേണ്ട. അവനെ ഒന്ന് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇറങ്ങി ചെന്ന് പോയി കാണും. തൊടാൻ പറ്റുമില്ല. ഈ വീട്ടിലോട്ട് കയറ്റാനാന്ന് തോന്നുന്നു. അല്ല ആണാണ്. അല്ല പതുക്കെ പതുക്കെ. ആന എങ്ങോട്ടാ ചേട്ടാ? ഇങ്ങോട്ടാണ്. ഇച്ചിരി പൊറോട്ട് സാറേ. നിർത്തി പിടിച്ചു കൊടുക്കണം. തിരിച്ചിടണം. സ്വല്പം വന്നാൽ മതിയാ. നിൽക്കട്ടെ. ഒന്ന് തുറന്നേ ശമ്പം. ഈ അവനെ തിരിച്ചു കൊണ്ടുപോകണം. തിരിയോ? ഒതുക്കി തരാം ചേട്ടാ. ഇവന്റെ പേരെന്തൊരു? മാണിക്ക. മറ്റേ കുമ്മിക്ക് പടമൊക്കെ പടം അതിലെ അഭിനയിച്ചാണ്. റൈറ്റ് പോയാ ഇത്ര തിരക്ക് കാണത്തില്ല തോന്നല്ലോ. ഹോട്ടലൊന്നും ഇല്ല. തിരിച്ചു വരുമ്പോ റിസ്ക് ആണ് ടൈം. നല്ല തിരക്കാവും.
അടിപൊളി തിരക്കായിരിക്കും തിരിച്ചു വരുമ്പോ. ഉണ്ണാൻ നിൽക്കുന്ന ക്യൂ ആ. ഉണ്ണാ നിൽക്കുവാ ആ പിന്നല്ല നേരെയാക്കി അടിപൊളി സദ്യ ആയിരിക്കുമല്ലോ സാറാ? ഏയ് ആയിരിക്കും. ഇത് സാമ്പാർ ഒരു അവിയല്. ചെറുതായിട്ടുള്ളൂ. ആണോ? ഇത് എത്ര ദിവസമായി തുടങ്ങി? സദ്യയായിട്ടൊന്നും ഇല്ല. എല്ലാ മതക്കാരും ഉണ്ട് കേട്ടോ ഞാൻ. ആ, അതെല്ലാം ഇന്ന ആളുകളെ കഴിക്കാൻ വെള്ളമൊന്നും പറയത്തൊന്നുമില്ല. ആർക്കും കഴിക്കാം, എവിടെ നിന്നും കഴിക്കാം, എപ്പോഴും കഴിക്കാം. ഇച്ചിരി ആ വെയിൽ കൊള്ളാതെ ഇച്ചിരി ക്യൂ ആയിട്ട് അല്ല തണലത്തായിട്ടൊന്നും നിർത്തി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളാൻ. ആ ഒരു അവിടെ ഇതില്ല, കടയില്ല. കയറി നിൽക്കാനുള്ള സൗകര്യം ഇല്ല അല്ലേ സാർ? എന്നാലും സാറുമായിട്ട് വന്ന് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് സാറ് ഷെയർ ചെയ്ത് തന്നു ഞങ്ങൾക്ക്. ആന അല്ലേ അമ്മു? അതെ. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോട്ടെ സാറേ. അത് ഏതാനയായിരുന്നു? അത് ആള് പാവപ്പെട്ടവരാട്ടാ. ആ. എന്താ പറയാ, നമ്മള് വീഡിയോ എടുത്തിട്ടൊന്നും അവൻ നോക്കിയൊന്നുമില്ല. പതുക്കെ സ്ലോ ചെയ്ത് കൊടു സാറേ. അവൻ സൈലന്റ് ആയിട്ട് ഞാൻ ഓർത്തില്ല. അവൻ ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ലായിരുന്നു വീഡിയോ എടുക്കുന്ന കാണുമ്പോ. ഞാനപ്പോ ഇവരെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കി ഇപ്പം വല്ലതും ചെയ്യുമോ ഇടത് കാലം കൊണ്ട്. അവനൊന്നും വേണ്ടിയില്ല. പക്ഷെ അവന്റെ മുഖത്ത് ഭയങ്കര ഗൗരവമാണ്. ഇല്ല തിരിഞ്ഞ് നടന്നില്ല. സൈഡ് കൊണ്ട് കണ്ടിട്ട് അവൻ ഒരു പാവം പിടിച്ചതിനെ പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ട് ഭയങ്കര ക്രൂക്കഡവൻ. അറിയാൻ പറ്റത്തില്ല നിന്റെയൊക്കെ മനസ്സ് എപ്പോഴാ മാറുന്നത്. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോട്ടെ എനിക്കറിയത്തില്ല സാറേ. വൈക്കത്തിന് പോയത്. സാറ് എങ്ങോട്ട് പോണോ അങ്ങോട്ട് സൈഡ് നോക്കിയാ മതി. ചവിട്ടി ചവിട്ടി ഇറങ്ങിച്ചല്ല ഉള്ള തിരക്കുള്ള സ്ഥലത്ത്. വൈക്കത്തമ്പലത്തിൽ അല്ലേ? അമ്പലത്തിൽ